ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ ശിവരാത്രിയായിട്ട് ഉത്സവം കാണാൻ പോവാം. ഉള്ള ഉത്സവം ഫുള്ള് കാണാൻ പോവാം. അപ്പോൾ ഉത്സവ കാഴ്ച നല്ല രീതിയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ സപ്പോർട്ട് വളരെ കുറവാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഉത്സവ കാഴ്ച കാണാം. നല്ല അടിപൊളി ഉത്സവ കാഴ്ച. നമ്മൾ കോട്ടാത്തല ഉത്സവമുണ്ട്, പടയ ഉത്സവമുണ്ട്, കൊട്ടാകര ഉത്സവമുണ്ട്, പല ഒത്തിരി ഉത്സവമാണ്. ഞങ്ങൾ പോകുന്ന വഴിയിലെ ഫുൾ കവറേജ് നിങ്ങളെ കാണിച്ചു തരിക. അപ്പം ഒരു അടിപൊളി വീഡിയോ കാണാം. അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, മറക്കല്ലേ. പറയണി വേണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇവിടെ തൊട്ട് ലൈറ്റ് അറേഞ്ച്മെന്റ് തുടങ്ങുക. ഇവിടെ ഈ അമ്പലത്തിലെ പ്രത്യേകിച്ച് 2 അമ്പലക്കാർ ഉത്സവമാണ്. അതുകൊണ്ട് തകർത്ത് ലൈറ്റ്. ഇവിടെ നിന്ന് ഈ അമ്പലത്തിൻ്റെ അങ്ങനെ കൊട്ടാകര ഫുൾ ലൈറ്റാണ്. ഈ റോഡ് ഫുള്ള് ലൈറ്റ് അലങ്കാരം മൊത്തം. ഇവിടെ തൊട്ട് സ്റ്റാർട്ടിങ്. ഇത് കറക്റ്റ് പറഞ്ഞാൽ വെണ്ടാറ് തൊട്ട് അങ്ങ് വാൾപ്പറയിൽ വേണ്ടി സ്റ്റാർട്ടിങ്. ബസ് അതിലെ വണ്ടിക്ക് അതിലെ പോകുമെന്ന് അറിയാൻ വയ്യ, നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾ നടക്കേണ്ടി വരും. ഇല്ല, ഒക്കത്തില്ല കായ്സ്, വണ്ടി പോകത്തില്ല കായ്സ്, വണ്ടി പോകത്തില്ല കായ്സ്. Guys, അമ്മമാരുടെ ദിവസത്തിലേക്ക് വരികയാണ്. ഞങ്ങൾ കോട്ടാത്തല അമ്പലം കഴിഞ്ഞിട്ട് ഞങ്ങൾ പണയിൽ അമ്പലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കണ്ടത് കോട്ടാത്തല അമ്പലത്തിലേക്ക് ഉത്സവത്തിൻ്റെ പരിപാടിയൊക്കെയാണ്. ഇനി ഞങ്ങൾ പണയിലോട്ട് പോവാണ്. ഇവിടെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ്. ലക്ഷങ്ങളെ രൂപയുടെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് ഓരോ ഇതിൻ്റെ. ഹസ്ബൻഡ് അല്ലേ അത്?
ഞങ്ങൾ പണയിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ കൊട്ടാരക്കര അമ്പലത്തിൽ പോയി. അവിടെ നമ്മൾ ആശാസ്ഥാനത്തിൻ്റെ ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു. ഡാൻസ് പരിപാടിയൊക്കെ നമ്മൾ കണ്ട്, പക്ഷെ എല്ലാം ഒരുപാട് പാട്ടെടുത്ത്, പക്ഷെ നമ്മളെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റിങ് വരുന്നതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പാട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേറെ കുറേ പാട്ടിട്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കോപ്പറേറ്റിങ് ഉണ്ടാവും. അപ്പം പുള്ളിക്കാരുടെ ഡാൻസൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ പുള്ളിക്കാരി സ്റ്റേജിൽ വന്ന് കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ നൃത്തങ്ങളെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു പരിപാടിയായിരുന്നു. അതിന് കാരണം സാധാരണ ഡാൻസ് ഫെസ്റ്റിവൽ അത്തരത്തിലുള്ള പരിപാടി അവസാനം മംഗളം പാടി ഡാൻസ് അവസാനിപ്പിച്ചു. ഡാൻസ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.